നല്ല തിളക്കമുള്ളതും ആരോഗ്യമുള്ള ചർമ്മം വേണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ നമ്മളിൽ ഒട്ടുമിക്ക ആളുകളും നമ്മുടെ മുഖത്തിന് എന്തെങ്കിലും ഒരു കുരുപ്പോ ഒരു ചുളിവോ ഒക്കെ വന്നു തുടങ്ങുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുക അയ്യോ എന്താ ഇങ്ങനെ പറ്റിയെന്ന്. അപ്പോൾ നമുക്ക് അത് നന്നാക്കി എടുക്കണമെന്ന് നമ്മളൊന്ന് ആഗ്രഹിക്കുകയും അപ്പം അതിനായിട്ട് കെമിക്കൽ ട്രീറ്റ്മെൻറ്റോ വലിയ പൈസ ചിലവുള്ള കാര്യങ്ങളൊന്നും അന്വേഷിച്ച് പോകേണ്ടുള്ള കാര്യമില്ല കേട്ടോ. നമ്മൾ പ്രകൃതിയിൽ നിന്ന് നമുക്ക് ഒരുപാട് ഐറ്റങ്ങൾ കിട്ടുന്നുണ്ട്. നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമ്മൾ സൗന്ദര്യം നിലനിർത്താനായിട്ട് അതിലൊരു ഐറ്റം ആട്ടോ പപ്പ. ഈ പപ്പായ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതായിട്ടോ. അതിൽ ഒരുപാട് ലൈക്കോപ്പി ആൻറ്റി ഓക്സിഡൻറ്റുകളും പൊട്ടാസ്യത്തിൻ്റെ കണ്ടൻറ്റും വിറ്റാമിൻ സി ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ചർമ്മത്തിലെ ജലാംശം നിലനിർത്താനും നമ്മളെ ചർമ്മത്തിൽ മങ്ങിയ ചർമ്മം ബ്രൈറ്റ്നസ് ആക്കി കൊണ്ടുവരാനും എല്ലാം നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും അധികം വേണ്ടുള്ളതാണ് കേട്ടോ ആൻറ്റി ഓക്സിഡൻറ്റിൽ. ആ ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ അളവും പപ്പായയിൽ വളരെ കൂടുതലാട്ടോ. അപ്പം ഇത് കഴിക്കുന്നതും മുഖത്ത് ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിട്ട് നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റ് ആക്കി കൊണ്ടുവരാനായിട്ട് ഈ പപ്പായ ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് ഈ പപ്പായ എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് നോക്കിയാലോ ഫേസിലോട്ട്. അതിനായിട്ട് നമുക്ക് ഈ പപ്പായ നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ചെറു കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാൻ കേട്ടോ. നമ്മൾ നാട്ടിൻപുറത്ത് സുലഭമായി കിട്ടുന്നതായതുകൊണ്ട് മരുന്നടിച്ചതൊന്നും പുറത്തുനിന്ന് വാങ്ങിക്കാതെ നമുക്ക് നമ്മളെ പ്രദേശത്ത് തന്നെ കിട്ടുന്നതിന് ഒരു പപ്പായ ആട്ടോ ഇത് ഏറ്റവും നല്ലത്. ഇതിനായിട്ട് നല്ല ക്ലീൻ ചെയ്ത ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായ ഒന്ന് ഇട്ട് കൊടുത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമുക്കിത് അടിച്ചെടുക്കാവേ. ഇത് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിലായി കിട്ടുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആ നീര് മാത്രം മതി കേട്ടോ. ഇതിൻ്റെ ഈ പീര പോലത്തെ ആ ഭാഗമൊന്നും നമുക്ക് വേണ്ട. നമ്മൾ നന്നായിട്ടുള്ള ക്രീമായിട്ടല്ലേ യൂസ് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ടാട്ടോ ഇതിൻ്റെ നീര് മാത്രം നമുക്ക് ആവശ്യം. നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ വെള്ളമോ പാലോ ഒന്നും ചേർക്കാതെ നല്ല ക്രീമി ആയിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇതിൻ്റെ നീര് മാത്രം എടുക്കാവേ. നല്ല രീതിയിൽ അരയുക എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ നീര് കിട്ടും കേട്ടോ. ഇനി അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ നീര് മാത്രം ഒന്ന് മാറ്റിയെടുക്കാവേ. അപ്പോഴേക്കും നല്ല നീര് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടുള്ളതെന്ന് വെച്ചാൽ ഒരു കറ്റാർവാഴയും കൂടി ചേർത്ത് കൊടുക്കാവേ. കറ്റാർവാഴ ചേർത്ത് കൊടുക്കുമ്പോൾ ഇച്ചിങ്ങൊക്കെ ഫേസിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കറ്റാർവാഴ ജെല്ലായിരിക്കും കേട്ടോ നല്ലത്. അത് നല്ല കമ്പനിയുടെ ജെല്ല് നോക്കി വാങ്ങിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇതിനായിട്ട് ഞാൻ ഈ ഒരു സ്പൂണോളം ജെല്ലും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇനി അതിലേക്ക് അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂണോളം തേനാണ്. ഇതിലേക്ക് ഇനി തേനും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഈ പപ്പായയുടെ ജെല്ല് മാത്രം മതി, ഇതൊന്നും ഫേസിൽ പിടിക്കത്തില്ല എന്നുണ്ടെങ്കിൽ പപ്പായ ജെല്ല് മാത്രം മതി കേട്ടോ. പിന്നെ നമുക്ക് കുറച്ചും കൂടെ ഫേസിനൊരു എനർജിയൊക്കെ ആയിട്ടൊരു ബൂസ്റ്റിംഗ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടോ ഈ തേനും അലോവേര ജെല്ലൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതെല്ലാം ഫേസിന് വളരെ നല്ല ക്ലെൻസിങ്ങും ബ്രൈറ്റ്നസ്സും ഒക്കെ തരുന്ന ഒരു ഐറ്റമാണ്. നമ്മൾ ഏജിങ് ഒക്കെ തടയാനൊക്കെ ഈ പപ്പായ വളരെ നല്ലതാണ്. അപ്പം എന്തായാലും പപ്പായൊക്കെ കിട്ടുമ്പം അത് കഴിക്കാനും നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാനും ആരും മറക്കരുത്. അപ്പം ഇതുപോലെ തയ്യാറാക്കി ഫ്രിഡ്ജിൽ ഒരു 2 ആഴ്ചയോളം നന്നായിട്ടിരിക്കുക. അപ്പം ഇത് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങളിതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് എന്നെ അറിയിക്കാൻ മറക്കല്ലും. അപ്പോൾ വീഡിയോ ഫുള്ളും കണ്ട് എന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലും കേട്ടോ. അപ്പം ഉറപ്പായിട്ടും ഇതെല്ലാം നൈറ്റോ ഡേയോ എപ്പം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവേ. അപ്പം ഉറപ്പായിട്ടും എല്ലാവരും തയ്യാറാക്കി നോക്കുമല്ലോ. അപ്പോൾ നമ്മളെ പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്ന മറ്റ് പാർശ്വഫലങ്ങളൊന്നും ഇല്ലാത്ത ഒരു ക്രീമായിട്ടോ നമ്മളെ പപ്പായ എല്ലാവർക്കും അറിയാവുന്നതല്ലോ. ഇതിന് കൂടുതൽ നിങ്ങൾ പറഞ്ഞ് അറിയിക്കേണ്ടുള്ള കാര്യമില്ലല്ലോ. അപ്പോൾ ചാനൽ കാണുന്നവരെല്ലാം സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.